ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. ഇന്ന് നമുക്കൊരു ചെറിയ ട്രിപ്പ് പോയിട്ട് വരാം. പത്തനംതിട്ട ജില്ലയിലെ ശിലാ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ശിലാ മ്യൂസിയത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പോയിട്ട് വരാം. ഗൈസ്, അങ്ങനെ നമ്മൾ ശിലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ബസ് ഇറങ്ങി. ഇനി ചെറിയ റോഡ് കുറച്ചങ്ങ് ഉള്ളിലേക്ക് കയറി പോകണം. ബസ് ഇറങ്ങുന്നിടത്ത് ഇങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ശിലാ മ്യൂസിയത്തിൻ്റെ. ഈ കാണുന്ന റോഡെയാണ് നമ്മൾ പോകേണ്ടുന്നത്. ഈ ശിലാ മ്യൂസിയം വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂർ ഭരണിക്കാവ് റൂട്ടിൽ തുവയൂർ ജംഗ്ഷനിൽ നിന്ന് മാഞ്ഞാലിലേക്ക് തിരിയുക. മാഞ്ഞാലി ജംഗ്ഷനിൽ നിന്ന് അന്തിച്ചിറ റൂട്ടിൽ കുറച്ചുകൂടെ മുന്നോട്ട് വരിക. അതായത് മാഞ്ഞാലി മഹർഷിമംഗലം മഹാദേവ ക്ഷേത്രം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴാണ് പഞ്ചവടി ജംഗ്ഷൻ ഉള്ളത്. പഞ്ചവടി ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയിട്ടാണ് ശിലാ മ്യൂസിയത്തിലേക്ക് പോകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു മ്യൂസിയം തന്നെയാണിത്. ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകവും ലോകത്തിലെ ഏറ്റവും ചെറിയ മൊബൈൽ ഫോണും ഉൾപ്പെടെ ഒരുപാട് കൗതുകങ്ങൾ ഒളിപ്പിച്ച ഒരു മ്യൂസിയമാണ് ഈ ശിലാ മ്യൂസിയം. ചരിത്രം പഠിക്കുന്നവരൊക്കെ മസ്റ്റായിട്ട് അവിടെ നിന്ന് ഒരു തവണയെങ്കിലും പോയിരിക്കുക. നമ്മൾ ശിലാ മ്യൂസിയത്തിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് മാറിയാണ് പാർക്കിംഗ് ഏരിയ ഉള്ളത്. ഈ പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം ശിലാ മ്യൂസിയത്തിൽ എത്തണമെങ്കിൽ. അങ്ങനെ നമ്മൾ ശിലാ മ്യൂസിയത്തിൻ്റെ മുൻവശത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം മെയിനായിട്ട് ഓർമ്മയിൽ വെച്ചേക്കുക, ഇത് വീടാണ്. താഴത്തെ ഫ്ലോർ വീടും മുകളിലെ മ്യൂസിയവും ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇത്രയേറെ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു മ്യൂസിയത്തിലേക്ക് 1 രൂപ പോലും പ്രവേശന ഫീസ് അവർ ഈടാക്കുന്നില്ല. അപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിലേക്ക് പോകാം. ശരിക്കും വീടിൻ്റെ അപ്സ്റ്റെയറിലാണ് മ്യൂസിയം വരുന്നത്. നമുക്കിത് ഈ സൈഡിൽ കൂടെയുള്ള വഴിയെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്സ്റ്റെയറിൽ എത്താൻ പറ്റും. ആ നിൽക്കുന്നതാണ് ശിലാ സന്തോഷ് ചേട്ടൻ. ചേട്ടനാണ് നമുക്ക് വേണ്ടി ഈ ഒരു അത്ഭുതം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമ്മളിവിടെ വന്നപ്പോൾ പക്ഷേ ആളെ കാണാനൊന്നും പറ്റിയില്ല. പിന്നെ ഈ വഴിയുടെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ചെടികളുണ്ട്. അത് കൂടുതലും ഔഷധ സസ്യങ്ങളാണ്. പിന്നെ നമ്മളങ്ങോട്ടാ കയറുന്ന വഴിക്കൊക്കെ കാളവണ്ടിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കണ്ടത് ഈ 16mm ഫിലിം പ്രൊജക്ടറാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തോട്ട് ആംപ്ലിഫയർ ഒക്കെയാണ് ഇരിക്കുന്നത്. അഹൂജയുടെയൊക്കെ ആദ്യകാലത്തെ മോഡലാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആംപ്ലിഫയറുകളുടെയും അതേപോലെ ഫിലിം പ്രൊജക്ടറുകളുടെയൊക്കെ ഒരു വലിയ ശേഖരം തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന ടെലഫോണ് പിന്നെ അതേപോലെ റേഡിയോ ഒക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ടിരിക്കുന്നത്. ഈ കാണുന്നത് ലോകത്തിലെ ആദ്യത്തെ വൈറ്റ് മെറ്റൽ കോയിൻ ആണ്. ഇറ്റലിയാണ് ഈ ഒരു കോയിൻ പുറത്തിറക്കിയത്. ഇത് നമ്മുടെ ആദ്യകാലത്തെ 500 രൂപ നോട്ടാണ്. പിന്നെ താഴോട്ട് വരുമ്പോഴും കുറേ നോട്ടുകളുടെയൊക്കെ ശേഖരം ഉണ്ട്. പോർച്ചുഗീസ് ടോക്കൺ, അതേപോലെ വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നോട്ടുകൾ, അതേപോലെ ജവഹർലാൽ നെഹ്റു ഒക്കെ പ്രധാനമന്ത്രിയായിരുന്ന ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെയാണ് ആ ഒരു സൈഡിൽ ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങോട്ട് വീണ്ടും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന റേഡിയോ, അതേപോലെ പ്രിൻറ്റിങ് മെഷീന് തുടങ്ങിയവയാണ് ഈ ഒരു സൈഡിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് വീണ്ടും പണ്ടത്തെ കാലത്തെ നോട്ടുകളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. മലബാറിലെ ആദ്യത്തെ സൈക്കിൾ റിക്ഷയുടെ ലൈസൻസ് ആണ് ഇത് ആ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത്. തിരുവിതാംകൂറിൽ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന കത്തികളാണിത് കേട്ടോ. ഈ കത്തിയിൽ 12ഓളം രത്നങ്ങളൊക്കെ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമാണ് ആ കാണുന്നത്. ഗിന്നസ് റെക്കോർഡ് കിട്ടിയതാണ്. 65 ഭാഷകളിൽ 65 പേജുകളിലായിട്ട് 65 കവിതകൾ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താല്ലേ, ഒരു കുഞ്ഞൻ പുസ്തകത്തിൽ ഇത്രയേറെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഭയങ്കര അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ്. ഈ കാണുന്നത് ട്രൈബൽസ് ഉപയോഗിക്കുന്ന ഒരു ആഭരണമാണ്. ഇത് കൽവെള്ളിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഏറ്റവും താഴെയായിട്ട് പണ്ട് കാലത്ത് ട്രഡീഷണലായിട്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഏറ്റവും മുകളിൽ ചുരികയാണ് ഈ ഇരിക്കുന്നത്. 3 തട്ടുകളിലായിട്ടാണ് ഇവിടെ കാഴ്ചകൾ ഓരോന്ന് ഒരുക്കിയിട്ടുള്ളത്. ഇതൊക്കെ പണ്ട് കാലത്തെ ഓരോ നാണയങ്ങളും അതേപോലെ ആയുധങ്ങളും ഒക്കെയാണ്. ആദ്യകാലത്തൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന രാംപൂരി കത്തിയാണ് ഈ കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മൂർച്ചയേറിയ കത്തിയായിട്ടാണ് രാംപൂരി കത്തിയെ കണക്കാക്കുന്നത്. ഈ കാണുന്നത് അമോണൈറ്റ്സ് ഫോസിലാണ്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് പണ്ടത്തെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത് ഓട്ടുമൊന്തയാണ്.
ദേ ഇത് കൊള്ളാല്ലേ. ഇതേപോലെ ട്രഡീഷണലായിട്ടും ആൻറ്റിക്കായിട്ടും ഉള്ള ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് പാത്രങ്ങളൊക്കെ ഈ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോഴും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന കെറ്റിൽ, റാന്തൽ, അതേപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ വെച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള വിളക്കുകൾ, താമര വിളക്ക്, അതേപോലെയൊക്കെയുള്ള പലതരത്തിലുള്ള വിളക്കുകൾ, പാത്രങ്ങൾ, ഇതെല്ലാം ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ശിലാവീടിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ പത്രത്തിൽ വന്നതാണ് ഈ ഒരു സൈഡിൽ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന നായക്കാശാണ് ദേ അവിടെ വെച്ചിട്ടുള്ളത്. അതേപോലെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ദേ തലശ്ശേരി പണമാണ് അവിടെ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ആദ്യത്തെ ചെക്കാണ് ദേ ആ മുകളിൽ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ടോക്കൺ അടൂർ ബ്രാഞ്ചിലാണ് ഉപയോഗിച്ചത്. അതും അവിടെ വെച്ചിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് നാണയമാണ് ദേ ഇവിടെ വെച്ചിട്ടുള്ളത്. ദേ കാണുന്നത് മഴുവാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചുരികയും വെച്ചിട്ടുണ്ട്. എനിക്കിവിടെ വന്നതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ചരിത്രം പഠിക്കുന്ന ഏതൊരാളും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ശിലാ മ്യൂസിയം. ഇത്രയേറെ ചരിത്രമൂല്യമുള്ള സാധനങ്ങൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടും നമ്മളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഫീസ് ഈടാക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. സതേൺ റെയിൽവേയുടെ ആദ്യത്തെ 1.5 അണയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് 200 രൂപയുടെ ആദ്യത്തെ നോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ബോബനും മോളിയും ആദ്യത്തെ പതിപ്പാണ്. 1 രൂപയായിരുന്നു ഇതിൻ്റെ വില. ഇപ്പോഴും ബോബനും മോളിക്കും അഡിക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ അഡിക്റ്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ട് കുറേ അധികം ദിവസങ്ങൾക്ക് ശേഷമാണ് നമുക്കിത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. സമയപരിമിതിയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. ദേ ഈ കാണുന്നതാണ് താമര വിളക്ക്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പം പണ്ടത്തെ വിളക്കുകൾ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ദേ ഇത് കണ്ടോ, ഗ്ലാസ് കൊണ്ടുള്ള ഓടാണ് ഈ കാണുന്നത്. എന്തല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളിത് നല്ല രീതിയിൽ മനസ്സിലാക്കി കാണുകയാണെങ്കിൽ ഒരു ഹാഫ് ഡേ എടുത്താലും തീരില്ല. അത്രയ്ക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മളുടെ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കോയിനാണ് ആ കാണുന്നത്. നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിക്കുന്ന വീരകേരളം പണമാണ് ദേ ആ സൈഡിൽ വെച്ചിട്ടുള്ളത്. വീരരായൻ ഗോൾഡ് ആണ് ദേ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇവിടെ വന്ന് നമ്മളിതൊക്കെ നേരിട്ട് കാണുമ്പോൾ ശരിക്കും നമ്മളങ്ങ് എക്സൈറ്റഡ് ആയി പോകും. ഈ കാണുന്നത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കൈത്രാസാണ് കേട്ടോ. പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള നോട്ടുകൾ അഥവാ പൈസയാണ് ആ ഒരു ഭാഗത്ത് സൂക്ഷിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ഓട്ടുപാത്രങ്ങൾ, പലതരത്തിലുള്ള വിളക്കുകൾ, അഷ്ടമംഗല്യം വിളക്ക് ആണ് ആയിരിക്കുന്നത്. പലതരത്തിലുള്ള വിളക്കുകളൊക്കെയാണ് അവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും താഴത്തെ ഒരു റോയിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അതേപോലെ ചർക്ക, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ആ ഒരു താഴത്തെ റോയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ടെലഫോണൊക്കെയാണ് ആ ഒരു സൈഡിലുള്ളത് കണ്ടോ. ഞാൻ ഇത്രയൊക്കെ കാഴ്ചകൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം, എന്നാലും എന്തുമാത്രം പൈസയൊക്കെ മുടക്കിയിട്ടായിരിക്കും ഇതൊക്കെ വാങ്ങിച്ച് ഇത്രയും ഭംഗിയായിട്ട് ഇതിവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതല്ലേ. നമ്മളുടെ ചിരട്ടത്തവിയൊക്കെയാണ് ആ ഒരു സൈഡിൽ വെച്ചിട്ടുള്ളത്. പിന്നെ പലതരത്തിലുള്ള ഓട്ടുരുളി, ഓട്ടുപാത്രങ്ങൾ, കുടം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ വീണ്ടും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് പലതരത്തിലുള്ള വിളക്കുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതാണ്. നല്ല രസമുണ്ടല്ലേ. ഇവിടെയും മുകളിലായിട്ട് കുറേ ആയുധങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് കൂടുതലും ട്രൈബൽസൊക്കെ യൂസ് ചെയ്തത് ആണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മണ്ണെണ്ണ സ്റ്റൗ ആണ് കേട്ടോ. ദേ അതിൻ്റെ 2 വെർഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഇവിടെ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. ഈ നമ്മൾ കാണാൻ വരുന്ന സാധനങ്ങൾ വന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവുക. അതിലൊന്നും കയറി തൊടാനോ പിടിക്കാനോ ഒന്നും നിൽക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള സാധനങ്ങളൊക്കെയാണ് ആ ഇരിക്കുന്നത്. നമ്മളുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞു തരാൻ അവിടെ ആരും വന്ന് നിൽക്കുന്നില്ല. നമുക്ക് അവിടെ ഫ്രീഡം തന്നിട്ട് തന്നെയാണ് ഇതൊക്കെ കാണാൻ വേണ്ടി നമുക്ക് കയറ്റി വിടുന്നത്. ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പായ പെന്നി ബ്ലാക്ക് ആണ് ദേ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ ഇത് മൊത്തത്തിൽ 3 റോയായിട്ട് തിരിച്ചിട്ട് ഓരോ റോയിലായിട്ടാണ് ഓരോ സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ മണ്ണെണ്ണ സ്റ്റൗവിൻ്റെ വേറെയും കുറേ വെർഷൻസ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഏറ്റവും താഴെ ഓട്ടുമൊന്ത, ഓട്ടുപാത്രങ്ങളൊക്കെയാണ് ഏറ്റവും താഴെയുള്ളത്.
ഏറ്റവും താഴെയായിട്ട് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള കണ്ടെയ്നേഴ്സൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ പെട്ടികൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഏറ്റവും താഴെയായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒപ്റ്റിയം ക്യാമ്പിംഗ് സ്റ്റൗ ആണ് ആയിരിക്കുന്നത്. പിന്നെ പലതരത്തിലുള്ള കണ്ടെയ്നേഴ്സ് ഇവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് കൂടുതലായിട്ട് വെച്ചിട്ടുള്ളത് ഈ അളക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പല അളവിലുള്ള പറകളൊക്കെയാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പം നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പണ്ടൊക്കെ വീടുകളിൽ ഇത് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു. കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് ചെറിയ പറകൾ, പിന്നെ തടി കൊണ്ട് ഉപയോഗിച്ച നാഴികൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അതായത് അളക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് അവിടെ കൂടുതലായിട്ട് വെച്ചിട്ടുള്ളത്. പണ്ടത്തെ ആദ്യകാലത്തെ പാസ്പോർട്ടാണ് ആയിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് ചെമ്പോല എഴുത്തുകൊണ്ട്. നമ്മൾ ഈ ഫോണിൽ ക്യാമറയിൽ കൂടെ കാണിക്കുമ്പോൾ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയത്തില്ല. ഗാന്ധിജിയുടെ യങ് പത്രമാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഈ ഭാഗത്തും പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള കത്തിയും ആയുധങ്ങളും ഒക്കെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പണ്ടുകാലത്ത് നമ്മളുടെ പബ്ലിക് വാഹനങ്ങളിൽ ഡ്രൈവറും കണ്ടക്ടറും ഉപയോഗിച്ചിരുന്ന ബാഡ്ജാണ് ദേ അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പം പണ്ട് ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള നോട്ടുകൾ ഉണ്ട്. പണ്ടത്തെ കണ്ണടകളൊക്കെ പലതരത്തിലുള്ളതുണ്ട്. പിന്നെ അങ്ങോട്ടങ്ങോട്ട് ഓരോ സാധനങ്ങൾ, കറക്റ്റ് ഇതിൻ്റെ പേര് എനിക്കും അറിയില്ല. പിന്നെ ഇന്ത്യ പോർച്ചുഗീസ് നോട്ടുണ്ട്. നമ്മളവിടെ എഴുതി ഒട്ടിച്ചിരിക്കുന്നതൊക്കെ പരമാവധി നമ്മൾ കവർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതേ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന സർപ്പക്കാശ് കോപ്പറാണ് അവിടെ ഉള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം പണ്ടുകാലത്ത് ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള ന്യൂസ് പേപ്പർ കട്ടിങ്സ്. ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഇത് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന വാളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ സമ്മാനം അടിക്കുന്ന ലോട്ടറി ടിക്കറ്റാണ് അവിടെ ഉള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം വീണ്ടും വാളൊക്കെയാണ്, ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള വാളുകളാണ് ഇവിടെയൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് പണ്ടത്തെ പ്രിൻറ്റിങ് മെഷീന്, ടൈപ്പ് റൈറ്റർ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇപ്പുറത്തെ ഈ ഒരു റോയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വന്ന് കാണണം. ഞാൻ വീണ്ടും പറയുകയാണ്, ചരിത്രം പഠിക്കുന്ന കുട്ടികൾ പ്രധാനമായിട്ടും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ശിലാ മ്യൂസിയം. പണ്ട് കാലത്തെ ഇഡലിക്കുട്ടമൊക്കെയാണ് ആയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിലോട്ട് നോക്കുമ്പോൾ ഇവിടെയും കുറേ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ലായിരുന്നു. ഈ കാണുന്ന സാധനങ്ങളെല്ലാം അഴുക്കോ പൊടിയോ ഒന്നും പിടിക്കാതെ വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ആ വീടിൻ്റെ മുറ്റം നിറച്ച് പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ, വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ ഒരുപാട് അവിടെ കാണുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തോടെയും സൗഹൃദത്തോടെയൊക്കെയുള്ള ഇടപെടിയിലാണ്. ഇതാണ് പണ്ടത്തെ ശ്രുതി ബോക്സ്, ശ്രുതിപ്പെട്ടി എന്നൊക്കെ പറയില്ലേ, അതാണ്. പിന്നെ ഈ കയ്യാലയൊക്കെ തല്ലുന്ന സാധനമാണ് അവിടെ കണ്ടത്. ഇതിൻ്റെ ഒന്നും പേര് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ദേ ഈ കാണുന്നത് നിരന്തല്ലി എന്ന് പറയും. അതായത് നമ്മൾ കയ്യാലയൊക്കെ കോരിയിട്ട് അടിച്ചുറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഇപ്പുറത്ത് മെതിയടി, പിന്നെ ഇങ്ങോട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെയാണ് അങ്ങോട്ടുള്ളത്. ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ എനിക്കിവിടെ ഇത് വന്ന് കണ്ടപ്പം തോന്നിയ ഒരു സംശയം, എന്നാലും ഈ സന്തോഷ് ചേട്ടൻ ഇതൊക്കെ എവിടെ പോയി സംഘടിപ്പിച്ചതായിരിക്കും എന്നുള്ളതാണ്. അത്രയ്ക്ക് റെയറായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സന്തോഷ് ചേട്ടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിലാ മ്യൂസിയത്തെ പറ്റി അറിയാവുന്നവർക്കെല്ലാം വളരെ സുപരിചിതനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ ശിലാ മ്യൂസിയത്തിൻ്റെ കാരണക്കാരനായിട്ടുള്ള ശിലാ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയാണ്. നമ്മളവിടെ ചെന്നപ്പം ചേട്ടനെ അവിടെ കാണാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ ശിലാ മ്യൂസിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു നഷ്ടമല്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രപരമായിട്ട് അത്രയേറെ പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ വേറെ കാഴ്ചകളും ഉണ്ട്. പണ്ടത്തെ അമൂലിൻ്റെ പാൽപ്പൊടിയുടെ കുപ്പി വരെയും ദേ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്താല്ലേ, നമ്മളൊക്കെ ആണെങ്കിൽ വീട്ടിൽ വാങ്ങിയ പാൽപ്പൊടിയുടെ കുപ്പി ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറില്ല, അതെടുത്ത് കളയും. പക്ഷേ വരുന്ന ജനറേഷനോട് അത് കാണാൻ വേണ്ടിയിട്ടാണ് അതിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഓരോ പഴയ സാധനങ്ങളോടൊപ്പം തന്നെ ഇവിടെ പെയിൻറ്റിങ്സും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള അമൂല്യങ്ങളായിട്ടുള്ള പെയിൻറ്റിങ്സ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വാക്കും ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫ്രിഡ്ജാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഇത് നമ്മളുടെ രവിവർമ്മ ചിത്രമാണ്. ഹംസവും ദമയന്തിയും. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പെയിൻറ്റിംഗ് ആണിത്. ലോകത്തിലെ ഏറ്റവും മൂർച്ചയേറിയ കത്തിയെന്ന് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ
കത്തിയാണ് ദേ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. മലയാള മനോരമ പത്രത്തിൻ്റെ ആദ്യത്തെ പതിപ്പാണ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആദ്യകാലത്തെ ട്രൈബ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആയുധങ്ങളും പാത്രങ്ങളും ആഭരണങ്ങളും അതേപോലെ പെയിൻറ്റിങ്സും എല്ലാം ഈ ഒരു മ്യൂസിയത്തിൽ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഹാഫ് ഡേ എടുത്താണ് ഇത് ഇത്രയും ഷൂട്ട് ചെയ്തത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളൊരു ഫുൾ ഡേ എടുത്താലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് പണ്ട് കാലത്ത് രാജകീയ വിളംബരങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നതിനുൾപ്പെടെ ഉപയോഗിച്ചിരുന്ന ഒരു വാദ്യോപകരണമാണ് മുരശെന്ന് പറയുന്നത്. ദേ ബേസിനിലിരിക്കുന്നത് ഹിമാലയൻ പിങ്ക് റോസ് സാൾട്ട് എന്ന് പറയുന്ന കല്ലാണ്. ഇത് കണ്ടോ? ഇത് നോക്കി ഞങ്ങൾ കുറേ സമയം നിന്ന് ഇതിൻ്റെ അറ്റവും തുമ്പും ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആകെ ഒരു തലയേ ഉള്ളു, ഒരു 3-4 ഉടലും ഉണ്ട്, അതേപോലെ തന്നെ കൈയും അതേപോലെ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ശരിക്കുള്ള ആ ഒരു കിടപ്പെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. 10 കാലുണ്ട്, ഒരു 3-4 കൈയും ഉണ്ട്, ഒരു തല മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പം പണ്ടത്തെ ആയുധങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് മൊത്തവും ക്രമീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കുന്ന സമയത്തും ഞാൻ ആലോചിച്ചൊരു കാര്യം, ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇതേപോലെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും ഈ ശിലാ മ്യൂസിയത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ശിലാ സന്തോഷ്, ആ ചേട്ടൻ എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ടിനോട് അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇത് കണ്ടോ, ഇത് ജസ്റ്റ് ഒരു തടി കഷ്ണം ഇങ്ങനെ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് ആ ബോട്ടിലിൽ വെള്ളം ഉള്ളത് കൊണ്ട് അങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ കാണുന്നത് മണ്ണെണ്ണ ഒഴിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന തേപ്പുപെട്ടിയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ പണ്ടത്തെ വാക്വം ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഫ്രിഡ്ജ്. നോക്ക് അന്നത്തെ ആ ഒരു ഫ്രിഡ്ജിൻ്റെ പൊക്കവും വലിപ്പവും ഒക്കെ. ഇത് നമ്മൾ നേരത്തെ കണ്ടു, മലയാള മനോരമ പത്രത്തിൻ്റെ ആദ്യത്തെ പതിപ്പാണ്. ഈ കാണുന്നത് 9 തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള നെൽവിത്തുകളാണ്. ഇത് കൂടുതലും വയനാട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നതായിട്ടാണ് അറിഞ്ഞത്. പിന്നെ ഈ ഭാഗത്തെല്ലാം പ്രധാനപ്പെട്ട പണ്ട് നടന്ന സംഭവങ്ങളുടെ എല്ലാം ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആണ്. MGR മരിച്ചത്, അതേപോലെ തന്നെ നെഹ്റു കൊല്ലപ്പെട്ടത്, അങ്ങനെ ചരിത്രപരമായിട്ട് ഒരുപാട് റിമാർക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇത് മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ പോയതിനെക്കുറിച്ചുള്ള ന്യൂസ് പേപ്പർ കട്ടിങ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. ഈ കാണുന്നത് ഇന്ത്യയിലെ ഏക കൈകൊണ്ട് എഴുതി പ്രിന്റ് എടുത്ത ന്യൂസ് പേപ്പറാണ്. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിനെക്കുറിച്ചുള്ള ന്യൂസ് പേപ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളുടെ ഹിറ്റ്ലർ മരിച്ചതിൻ്റെ വാർത്ത വന്ന ഒരു ന്യൂസ് പേപ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് മലയാള സിനിമയിൽ ഇവിടെ കാറ്റിന് സുഗന്ധം എന്ന ചിത്രത്തിന് കിട്ടിയ ഒരു മൊമെൻറ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്നത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു അന്നത്തെ മോഡേൺ ആയിട്ടുള്ളൊരു മൈക്രോഫോൺ ആണ്. പിന്നെ നമ്മൾ അടുത്തൊരു റൂമിലേക്ക് വന്നപ്പോൾ ഇവിടെ പിയാനോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദേ ഈ കാണുന്നില്ലേ, ഇതാണ് ഓണവില്ല്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വാദ്യോപകരണമാണ്. ഓണവില്ലിനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഓണവില്ല് നേരിട്ട് കാണുന്നത്. നമ്മൾ മ്യൂസിയത്തിൻ്റെ ഈ ഒരു റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരുപാട് വേറിട്ട ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ലോകത്തിലെ ആദ്യത്തെ 3D സ്റ്റാമ്പാണ് ഇരിക്കുന്നത്. പേര് ഭൂട്ടാൻ എന്നാണ്. ഇംഗ്ലണ്ടാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2005. ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം അത് ഭംഗി തോന്നുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു 3D സ്റ്റാമ്പ്. പിന്നെ ഈ ഭാഗത്തായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള നാണയങ്ങളും നോട്ടുകളും ഒക്കെയാണ്. ഈ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കറൻസിയാണ്. റഷ്യയാണ് ഇത് പുറത്തിറക്കിയത്. അതിൻ്റെ കൂടെ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, അതും റഷ്യയാണ് പുറത്തിറക്കിയത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ചെറിയ തോതുള്ള അളക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നത് പണ്ടത്തെ കാളവണ്ടിയുടെ ലൈസൻസ് ആണ്. എന്താ അല്ലേ, എൻജിൻ വാഹനമായാലും മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള വാഹനങ്ങളായാലും പണ്ടും ലൈസൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് ചൈനീസ് കോയിൻ ആണ്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്നത് തിരുവിതാംകൂർ തലച്ചക്രമാണ്. ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ളവയാണ്. ഈ കാണുന്നത് ഒരേ സീരീസിൽ വരുന്ന ഫാൻസി നമ്പർ വരുന്ന 100 രൂപ നോട്ടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ മ്യൂസിയത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ്. സൂര്യഗ്രഹണ നോട്ടാണ് ഇതേ കൊടുത്തിരിക്കുന്നത്. സൂര്യഗ്രഹണത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് റൊമേനിയ പുറത്തിറക്കിയ നോട്ടാണ് ഇത്. പ്ലാസ്റ്റിക് കറൻസിയാണ്.
ഈ കാണുന്നത് ആയില്യം തിരുനാൾ തമിഴ് പണം, അതേപോലെ ഒരു കാശിന്റെ ഗോൾഡ് കോയിന്, ക്യാഷ് വൺ കോപ്പർ തുടങ്ങിയവയാണ്. ഇത് നമ്മളുടെ ശിലാസന്തോഷ് ചേട്ടന് വയനാട്ടിൽ നിന്ന് 20ൽ പരം പൈതൃക നെൽവിത്തുകളുടെ ശേഖരം കൈമാറിയതിന്റെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് പണ്ട് ഉപയോഗിച്ചിരുന്ന ത്രാസുകളാണ്, കൈത്രാസുകളും അതിന്റെ കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ തൊടം എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പണ്ടൊക്കെ വെളിച്ചെണ്ണയും അങ്ങനെ ലിക്വിഡായിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ തൊടം കണക്കിലൊക്കെ ആയിരുന്നു അളന്നുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തും തടി കൊണ്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേരൊന്നും നമുക്ക് കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിച്ചില്ല. നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സാധനങ്ങളൊന്നും എടുത്ത് നശിപ്പിക്കാതിരിക്കുക. നമ്മളുടെ ചരിത്രത്തിൻ്റെയും പൈതൃകത്തിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ നമ്മളെ ഒരു ചെലവും കൂടാതെ നമ്മൾക്ക് കാണിച്ചു തരുന്നതാണ് ഈ ഒരു മ്യൂസിയത്തിൽ. അതുകൊണ്ട് നമ്മളുടെ ഈ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് ആരെങ്കിലും ഈ ഒരു മ്യൂസിയം സന്ദർശിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ മാറി നിന്ന് കാണുക മാത്രം ചെയ്യുക. ഇതൊന്നും തൊടാനോ എടുക്കാനോ ഒന്നും പോകാതിരിക്കുക, ഒരു റിക്വസ്റ്റ് ആണ്. ഈ ഒരു മ്യൂസിയം ഇന്ന് കാണുന്ന ഈ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ശിലാസന്തോഷ് ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നം എടുത്തിട്ടുണ്ടാകും. ആ ചേട്ടനെയും കൂടെ ഒന്ന് പരിചയപ്പെട്ട് സംസാരിക്കണമെന്നൊക്കെ കരുതിയാണ് നമ്മൾ പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളവിടെ ചെന്നപ്പം ആളെ അവിടെ കണ്ടില്ലായിരുന്നു. ഇനി ഒരു തവണ കൂടെ ശിലാ മ്യൂസിയത്തിലേക്കൊന്ന് പോകണമെന്നൊരു പ്ലാനുണ്ട് മനസ്സിൽ. കാരണം അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെടികളും ഔഷധ സസ്യങ്ങളും അതേപോലെ തന്നെ ഒരുപാട് ശില്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വീടാണ്. അപ്പം നമുക്ക് അതിൻ്റെയൊക്കെ ഒരു വിഷ്വൽസ് കൂടെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തായാലും സന്തോഷ് ചേട്ടൻ അവിടെ ഉണ്ടോ എന്നൊക്കെ വിളിച്ച് തിരക്കി ചേട്ടനെയും കൂടെ ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട്. കാരണം ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും വലിയൊരു കാര്യം ചെയ്തൊരാളെ നമുക്കൊന്ന് പരിചയപ്പെടണമെന്ന് ഒരാഗ്രഹം മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ്. ഈ ഒരു ഭിത്തിയിൽ നിറയെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കത്തികളാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മളുടെ ദശമൂലം ദാമു ചേട്ടൻ്റെ എസ് മോഡൽ കത്തിയും ഇവിടെ കാണാൻ പറ്റും. പിന്നെ ദേ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും പലതരത്തിലുള്ള കത്തികളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ അരിവാള്, കൊയ്ത്തരിവാളൊക്കെ ഇല്ലേ, അതും മോഡലിൽ വരുന്ന പലതരത്തിലുള്ള കത്തികളുമൊക്കെ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചിരവയാണേ. അപ്പം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വരുന്ന കൂട്ടത്തിൽ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. എന്തായാലും ശിലാസന്തോഷ് ചേട്ടൻ ലൈഫിൻ്റെ നല്ലൊരു സമയം മാറ്റിവെച്ച് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുകയും അതിങ്ങനെ ഈ ലെവലിൽ ക്രമീകരിച്ച് വെക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇത്രയും നാൾ ജീവിച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് വരുമായിരുന്നു. ഈ കാണുന്നത് കാറ്റാവിക്കയാണ്. ബാഹുബലി മൂവിയിലൊക്കെ കാണുന്ന ഒരു ആയുധമാണ്. ഇതൊക്കെ പലതരത്തിലുള്ള കത്തികളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കത്തികളുടെ വലിയൊരു ശേഖരം ഈ ശിലാ മ്യൂസിയത്തിൽ കാണാൻ കഴിയും. ഈ ഭാഗത്ത് കൂടുതലും പണ്ടത്തെ ട്രൈബ്സ് ഒക്കെ യൂസ് ചെയ്ത ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് എസ് മോഡൽ കത്തി വലുത്. ഇതൊക്കെ കളക്ട് ചെയ്യാൻ ശരിക്കും ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും, ഒരുപാട് കഷ്ടപ്പെട്ട് അലഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് എഫേർട്ടൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടായിരിക്കും. അപ്പം ഞങ്ങൾ അതേക്കുറിച്ചെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തതും. ദാ ഇവിടെ കാണുന്നത് 5000ൻ്റെ നോട്ടാണ്. നമ്മളൊക്കെ ആദ്യമായിട്ടാണ് 5000ൻ്റെ നോട്ടൊക്കെ കാണുന്നത്. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ നാണയമാണ് ദേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ആ വൈറ്റ് പേപ്പറിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വീഡിയോയിൽ അത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. ഈ കാണുന്നത് ലോകത്ത് ആദ്യമായിട്ട് കൈകൊണ്ട് വരച്ച നോട്ടാണ്, ടിബറ്റിൻ്റെയാണ്. പിന്നെ ഇങ്ങോട്ടും പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള നോട്ടുകളൊക്കെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പിന്നെ ദേ ഈ കാണുന്നത് 1000 കോടി രൂപയുടെ ഒറ്റ നോട്ടാണ്. അതേപോലെ ഇന്ത്യയിലെ 1000 രൂപയുടെ നാണയമാണ് ദേ അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നത് പണ്ടത്തെ സൈക്കിൾ ലൈസൻസ് ആണ്. എന്താല്ലേ, ഇനിയാണ് അത്ഭുതം. ദേ ലോകത്തിലെ ഏറ്റവും ചെറിയ മൊബൈൽ ഫോണാണ് ദേ ഇരിക്കുന്നത്. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പം ലോകത്തിലെ ആദ്യത്തെ മാസ്ക് സ്റ്റാമ്പാണ് ദേ അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും കുറേ പ്രത്യേകതകളുള്ള നോട്ടും കോയിൻസും ഒക്കെയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് ലോകത്തിലെ ആദ്യത്തെ പേപ്പറാണ്. പാപ്പിറസ് എന്ന് പറയുന്ന ചെടിയുടെ ഇല കൊണ്ട് നിർമ്മിച്ച പേപ്പറാണിത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ആറന്മുള കണ്ണാടിയാണ്. അതിൻ്റെ വലുത് അപ്പുറത്തിരിപ്പുണ്ട്.
ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും പലതരത്തിലുള്ള കത്തികളും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഹിറ്റ്ലറിൻ്റെ സ്റ്റാമ്പൊക്കെയാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ പല തരത്തിലുള്ള നോട്ടുകൾ, പ്രത്യേകിച്ച് ഫാൻസി നമ്പർ സീരീസിലൊക്കെ വരുന്ന നോട്ടുകളൊക്കെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ശിലാ മ്യൂസിയം ഒന്ന് വിസിറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ സോഷ്യൽ സയൻസ് ആണ് പഠിപ്പിക്കുന്നത്. നമ്മൾ പുസ്തകങ്ങളിലൂടെ വായിച്ചറിഞ്ഞ ഒരുപാട് കാര്യങ്ങളെ നമുക്കിവിടെ വന്നപ്പോൾ നേരിട്ട് അറിയാനും മനസ്സിലാക്കാനും സാധിച്ചു. അതൊരു വേറിട്ട അനുഭവം തന്നെയാണ്. പണ്ടത്തെ നമ്മളുടെ താളിയോല ഗ്രന്ഥങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇസഡ് കാറ്റഗറി നോട്ട്, അതേപോലെ ലോകത്തിലെ ഏറ്റവും പുതിയ രാജ്യമായ ലിബർലാൻഡിൻ്റെ നാണയം, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കറൻസികളും ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് 10 ലക്ഷം രൂപയുടെ ഒറ്റ നാണയം. പിന്നെ ഈ കാണുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തടിയിൽ നിർമ്മിച്ചെടുത്ത അക്ഷരങ്ങളാണ്. ഇത് കണ്ടോ, ഇതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് സൊമാലിയ പുറത്തിറക്കിയ ടോക്കൺ നാണയം. ഇത് തീപ്പന്തം പത്രമാണ്. അഴിമതികളൊക്കെ അന്നും ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഓട്ടക്കാലണ. ഇത് ബ്രിട്ടീഷ് ഇന്ത്യ കോയിനാണ്. അതോടൊപ്പം തന്നെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച കോപ്പർ നാണയവും പോർച്ചുഗീസുകാരുടെ നാണയവും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ശിലാ മ്യൂസിയത്തിലെ കാഴ്ചകളെല്ലാം ഇത്രയും കൊണ്ട് അവസാനിക്കുന്നതല്ല. നമ്മളിവിടെ നേരിട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ നമ്മളെ കാത്തിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ടാറ്റാ.